The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I think all are doing well. Okay. See, in the last class we discussed the treatment of goodwill under various cases and then distribution of accumulated profit and losses and general reserve. I think all are clear. Okay. Today we are going to discuss the next topic, revaluation of assets and liabilities. Revaluation of assets and liabilities. ഈ ഒരു പാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്, പ്രോബ്ലം പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഓരോന്നും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സി അറ്റ് ദ ടൈം റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യുക. സി അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഫേം മസ്റ്റ് ബി റീവാല്യൂഡ്. ഒരു പാർട്ട്ണറുടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണറെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേമിൻ്റെ അസറ്റും ലയബിലിറ്റീസും എന്ത് ചെയ്യണം? റീവാല്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി, അത് ആവശ്യമാണ്. ബിക്കോസ് ആക്ച്വൽ റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സ് and actual liabilities may be different from their books values. ഇത് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട്ണറുടെ ആ ഫേമിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം എന്ന് പറയുന്ന കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വൽ റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സും ആക്ച്വൽ ലയബിലിറ്റീസും തമ്മിൽ ഡിഫറെൻറ്റ് ഫ്രം ദെയർ ബുക്ക് വാല്യൂ നിന്നത് വ്യത്യസ്തമായിരിക്കും. സോ ദ ഔട്ട്കം ഓഫ് റീവാലുവേഷൻ മേ ബി, ഈ റിവാലുവേഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആവാം ഓർ ലോസ്. See, profit or loss arising on account of such revaluation up to the date of admission of new partner may be ascertained and adjusted in old partners capital account in their old profit sharing ratio, since it belongs to old partners and not to be the new partner. എന്താണ് പറയുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് എറൈസിങ് ഓൺ അക്കൗണ്ട് ഓഫ് സച്ച് റീവാലുവേഷൻ അപ് ടു ദ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അത് മേ ബി അസർട്ടൈൻ ആൻഡ് അഡ്ജസ്റ്റഡ് ഇൻ ദി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യണം ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവരുടെ പഴയ റേഷ്യോയിൽ. സിൻസ് ഇറ്റ് ബിലോങ്സ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ആൻഡ് നോട്ട് ടു ദി ന്യൂ പാർട്ട്ണർ. അതായത് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തണം. അത് ആ പ്രോഫിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ എഫക്റ്റ് ഓഫ് ദ റീവാലുവേഷൻ ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ
പ്രിപ്പയറിംഗ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിലൂടെയാണ് ഈ റീവാലുവേഷൻ്റെ എഫക്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. എങ്ങനെയാണ് റീവാലുവേഷൻ്റെ എഫക്റ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുക? ബൈ പ്രിപ്പയറിംഗ് ദ റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ്. ഓക്കെ, സി എന്തിനാണ് ഈ റീവാലുവേഷൻ നടത്തുന്നത്? ദ നെക്സ്റ്റ് വൺ, നീഡ് ഫോർ റീവാലുവേഷൻ. എന്തിനാണ് റീവാലുവേഷൻ നടത്തുന്നത്? റീവാലുവേഷൻ്റെ ആവശ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ഇറ്റ് ഈസ് ഓൾവേസ് ഡിസൈറബിൾ to ascertain whether the assets and liabilities of the firm are shown in the books at the current value or not. അതായത് ഒരു പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫേമിൻ്റെ അസറ്റും ലൈബിലിറ്റീസും ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കറണ്ട് വാല്യൂലാണോ അതോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ റീവാലുവേഷൻ ചെയ്യുന്നത്. അതാണ് ഒന്ന്. സെക്കൻഡ് വൺ, ടു ഷോ ദ കറക്റ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിനെയും കറക്റ്റ് വാല്യൂ കാണിക്കാനും കൂടിയിട്ടാണ് ഏത് റീവാലുവേഷൻ ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, ടു സീ ഫോർ എനി അൺറെക്കോർഡഡ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദ ഫേം. ഇനി ഏതെങ്കിലും അൺറെക്കോർഡഡ് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാത്ത അസറ്റോ റെക്കോർഡ് ചെയ്യാത്ത ലയബിലിറ്റീസോ ഉണ്ടോ എന്നുള്ളത് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഏത് ചെയ്യുന്നത്? റീവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ നീഡ് ഫോർ റീവാലുവേഷൻ. ഇനി നെക്സ്റ്റ് വൺ, ദ റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് prepared to bring the assets and liabilities of firm to their true or market values. സി, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ടു ബ്രിങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഫേം. ഒരു ഫേമിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും കൊണ്ടുവരുന്നത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂയിലാണോ എന്നുള്ളതും അറിയാനും, ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ ദി റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോഴും ലയബിലിറ്റീസ് റീഅസസ്മെൻറ്റ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാനൊക്കെയാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് increase the value of assets and decrease the amount of liabilities and unrecorded assets. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്, അസറ്റ് ഇൻക്രീസ് ആവുന്നതും, ആൻഡ് ദെൻ ഡിക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ്, ഡിക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ആൻഡ് അൺറെക്കോർഡഡ് അസറ്റ്സ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. എവിടെ? റീവാലുവേഷൻ അക്കൗണ്ടിൽ. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്, റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഡിക്രീസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്, ഡിക്രീസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റും ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസും അൺറെക്കോർഡഡ് ലയബിലിറ്റീസും ആണ് എവിടെ ഡെബിറ്റ് ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിക്രീസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റും ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസും അൺറെക്കോർഡഡ് ലയബിലിറ്റീസും ആണ് എവിടെ ഡെബിറ്റ് ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് ചെയ്യുന്നതോ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റും ഡിക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസും അൺറെക്കോർഡഡ് അസറ്റ്സും ആണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി the balance of revaluation account represent the profit or loss on revaluation. revaluation account balance എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം, and is transferred to old partners capital account in their old profit sharing ratio. revaluation account ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന ബാലൻസ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ revaluation account is also known as
പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നും പറയും. എന്ത് പറയും? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ വേറൊരു പേരാണ് ഏത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. Adjustment account. Okay, revaluation account is also known as profit and loss adjustment account. ഓക്കെ, എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ഫേമിൽ പുതുതായിട്ട് ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിൻ്റെ അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം. അപ്പോൾ അസറ്റും ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂവിലാണോ, അതുപോലെ തന്നെ ആ റീവാല്യൂ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാനാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നോമിനൽ അക്കൗണ്ട് ആയിരിക്കും. ഇതിൻ്റെ വേറൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ റീവാലുവേഷൻ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അല്ലേ? റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെ വാല്യൂസിൽ ചേഞ്ച് ആയതുള്ളത് റെക്കോർഡ് ചെയ്യും. നോട്ട് ബുക്ക് വാല്യൂ ഓർ റിയൽ വാല്യൂ. ബുക്ക് വാല്യൂ അല്ലെങ്കിൽ റിയൽ വാല്യൂ അല്ല എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന് റിവാലുവേഷൻ അക്കൗണ്ടിനകത്ത് ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്? റിവാലുവേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ടു അസറ്റ് ഡിക്രീസ്. ടു ഡെബിറ്റ് സൈഡിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് എഴുതും. ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് എഴുതും. അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് ഡെബിറ്റ് സൈഡ് എഴുതും. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഇവിടെ പ്രോഫിറ്റ് ആയിരിക്കും, ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡ് വരുന്നത് എന്തൊക്കെയാണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡ് എഴുതും. ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ് എഴുതും. അൺറെക്കോർഡ് അസറ്റ്സ് വരുമ്പോൾ ക്രെഡിറ്റ് സൈഡ് എഴുതും. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ വരുന്നത് ലോസ് ആയിരിക്കും ഓൾഡ് റേഷ്യോയിൽ. അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ its purpose is to find out the profit or loss arising on account of revaluation of assets and reassessment of liabilities. Assets revalue ചെയ്യുമ്പോഴും liabilities reassessment ചെയ്യുമ്പോഴും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാനൊക്കെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുന്നത്. ഇനി ഇറ്റ് റെക്കോർഡ് ഓൺലി ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ റിവാലുവേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ജേണൽ എൻട്രീസ് ഉണ്ട്. ആ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സിമ്പിളാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഇനി listen carefully. So the first one, revaluation of assets. Assetsന്റെ റിവാലുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന 3 കാര്യങ്ങളാണ് വരുന്നത്. First one, increase the value of an asset. അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ what is the journal entry? Assets account debtor to revaluation. Assets account debtor to revaluation. What is the journal entry? So when increase the value of an asset, asset the value കൂടിയാൽ assets account debtor to revaluation or profit and loss adjustment account. Okay, and then second one, decrease in the value of an asset. Asset the value കുറഞ്ഞാൽ എന്താ journal entry? Revaluation account debtor to assets. Revaluation account debtor to assets. Okay, and third one, unrecorded assets. Unrecorded assets ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അൺറെക്കോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെക്കോർഡ് ചെയ്യാത്ത അസറ്റുകളാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യാത്ത അസറ്റുകളെയാണ് അൺറെക്കോർഡഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അൺറെക്കോർഡഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്താണ് ജേണൽ എൻട്രി? അപ്പോൾ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് കൂടും? അസറ്റ് കൂടും. സോ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എൻ അസറ്റിൻ്റെ അതേ ജേണൽ എൻട്രി തന്നെയായിരിക്കും ഇതിലും വരിക. അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റുമായി ബന്ധപ്പെട്ട് 3 എൻട്രീസ് മനസ്സിലാക്കി വയ്ക്കുക. ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എൻ അസറ്റ്, അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ. ഡിക്രീസ് ദ വാല്യൂ ഓഫ് എൻ അസറ്റ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്സ്. അൺറെക്കോർഡഡ് അസറ്റ്സ്
assets account debtor to revaluation. Okay. ഇനി റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് റീഅസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ് ആണ്. സോ ഇൻ ദ ഫസ്റ്റ് വൺ ഇൻ ദാറ്റ് നെക്സ്റ്റ് വൺ റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് റീഅസസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ്. ദ ഫസ്റ്റ് വൺ, increase the value of liabilitiesന്റെ values കൂടിയാൽ. What is the journal entry? Revaluation account debtor to liabilities. റീഅസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റീസിന്റെ വാല്യൂ കൂടിയാൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ലയബിലിറ്റീസ്. ആൻഡ് ഡിക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസിന്റെ വാല്യൂ കുറഞ്ഞാലോ എന്താ എൻട്രി വരിക? ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബ്റ്റർ to revaluation. Okay. And then unrecorded liabilities. What is unrecorded liabilities? Not recorded. Liabilities record ചെയ്യാത്തതിനെയാണ് എന്ത് പറയുന്നത്? Unrecorded liabilities എന്ന് പറയുന്നത്. അങ്ങനെ unrecorded liabilities ഉണ്ടെങ്കിൽ അത് നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ലയബിലിറ്റീസ് ഇൻക്രീസ് ആവും. ലയബിലിറ്റീസ് ഇൻക്രീസ് ആവുന്ന സമയത്തുള്ള സെയിം ജേണൽ എൻട്രി തന്നെയാണ് അൺറെക്കോർഡഡ് ലയബിലിറ്റീസിനും വരിക. സോ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ to liabilities. Revaluation account debtor to liabilities. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന 3 എൻട്രീസ്. And the next one, distribution of revaluation of profit and loss. ഇനി ഈ അസറ്റുകളും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാലൻസ് കിട്ടും. റിവാലുവേഷൻ പ്രോഫിറ്റോ അല്ലെങ്കിൽ റിവാലുവേഷൻ ലോസോ കിട്ടും. സോ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ആർക്ക് ഡിവൈഡ് ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതുമായി ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രോഫിറ്റ് ആണെങ്കിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി പറയുന്നത്? റിവാലുവേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ഓൾഡ് റേഷ്യോയിലാണ്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോയിലാണ് റീവാലുവേഷൻ പ്രോഫിറ്റും റീവാലുവേഷൻ ലോസും എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. റീവാലുവേഷൻ പ്രോഫിറ്റോ റീവാലുവേഷൻ ലോസോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അങ്ങനെ അത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ എന്താ ജേണൽ എൻട്രി വരിക? സി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു റീവാലുവേഷൻ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു റീവാലുവേഷൻസ്. അതും ഏതിൽ തന്നെയാണ്? ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് ഷെയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. അതുപോലെ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫോർമാറ്റ്, ഇതൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം പാർട്ട് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So that's all for today. If you have any doubt, please contact me. Okay.